CPI പോര് കടുക്കുകയാണ്. പരസ്പരം ചെളിവാരി എറിഞ്ഞുള്ള യുദ്ധം സകല സീമകളും ലംഘിക്കുമ്പോൾ അന്തിമ വിജയം ആരുടേതാണെന്ന ആകാംക്ഷയിലാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ നിരീക്ഷകർ. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള CPI തർക്കമാണ് പരസ്യ പോരിലേക്ക് നീങ്ങിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് CPI മുഖപത്രത്തിൽ ലേഖനം വന്നതിന് പിന്നാലെ CPIയുടെ വലുപ്പത്തെ ചോദ്യം ചെയ്ത് CPM നേതാക്കൾ രംഗത്തെത്തിയതോടെയാണ് തമ്മിൽ തല്ല് രൂക്ഷമായിരിക്കുന്നത്. 2 ലക്ഷം വോട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ CPIക്ക് ഒറ്റയ്ക്ക് 5000 വോട്ട് കിട്ടുമോ എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനനാണ് തിരുവോണനാളിൽ ആദ്യം വെടിപൊട്ടിച്ചത്. ഫേസ്ബുക്കിലൂടെയാണ് CN മോഹനന്റെ വിമർശനം വന്നത്. ഇവിടെ CPI LDF വിട്ട് സ്വതന്ത്രനാകുവാനുള്ള സമയം അതിക്രമിച്ചുവെന്നാണ് അണികളിൽ നിന്നും ഉയരുന്ന ആവശ്യം. തൽക്കാലം LDF വിട്ട് പുറത്തു വരിക, ബാക്കി കാര്യം പിന്നീട് തീരുമാനിക്കാമെന്ന നിലപാടിലേക്ക് CPI നേതാക്കൾ എത്തിയതായി സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ് പുറത്തു വരുന്നത്. CPM മൂപ്പിളമ പോര് കാലാകാലങ്ങളായി ഇവിടെ സംഭവിക്കുന്നതാണ്. എന്നാൽ അതിന്റെ സകല അതിർവരമ്പുകളും ലംഘിക്കപ്പെടുന്ന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും. നേരത്തെ ഇരു മുന്നണികളിലായി നിന്നപ്പോഴും വിമർശനങ്ങളിൽ മാന്യത പുലർത്തിയിരുന്നു. അന്ന് PK വാസുദേവൻ നായർ അടക്കമുള്ള CPI നേതാക്കന്മാർ ഇടപെട്ടാണ് CPIയുമായി ഇടതുമുന്നണിയിൽ എത്തിച്ചത്. പിന്നീട് 4.5 പതിറ്റാണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയ പാർട്ടികളാണ് ഇപ്പോൾ 2 വഴിക്ക് തിരിഞ്ഞിരിക്കുന്നത്. എന്നും സമ്മർദ്ദതന്ത്രം സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPI എന്ന് കുറ്റപ്പെടുത്തിയ CN മോഹനൻ ഇടതുപക്ഷ ഐക്യം വേണമെങ്കിൽ CPM സഹിച്ചുകൊള്ളണമെന്നതാണ് അവരുടെ നിലപാടെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ PM ശ്രീ ആയിരുന്നു ഇവരുടെ വിപ്ലവായുധം. ആ സമയത്ത് അകത്തുനിന്ന് ആക്രമിച്ച് സർക്കാരിനെ നാണം കെടുത്തി. അതിന്റെ തുടർച്ച കൂടിയാണ് നിയമസഭാ തോൽവിയെന്നും CPM സെക്രട്ടേറിയറ്റ് അംഗം കുറ്റപ്പെടുത്തുന്നുണ്ട്. സമ്മർദ്ദതന്ത്രത്തിൽ അനർഹമായതാണ് CPI അനുഭവിക്കുന്നത് എന്നോർക്കുന്നില്ല. ഇന്നുവരെയില്ലാത്ത കീഴ്വഴക്കങ്ങൾ ലംഘിച്ചാണ് നിയമസഭയിൽ പ്രതിപക്ഷ ഉപനേതൃ പദവി തങ്ങൾക്ക് വേണമെന്ന് CPI ആവശ്യപ്പെടുന്നതെന്നും മോഹനൻ പറയുന്നുണ്ട്. CPIക്ക് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയതും CN മോഹനൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി CPI കോൺഗ്രസിനൊപ്പം ചേർന്ന ചരിത്രമുണ്ടെന്ന് CPM സംസ്ഥാന സമിതി അംഗം V ശിവൻകുട്ടിയും വിമർശിച്ചിരുന്നു. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ സംബന്ധിച്ച് പിണറായി വിജയൻ പറഞ്ഞതാണ് ശരിയെന്നും ശിവൻകുട്ടി വ്യക്തമാക്കുകയുണ്ടായി. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിന് താൻ കത്ത് കൊടുക്കേണ്ട താമസമേ ഉള്ളൂവെന്നും CPM നേതാവ് തന്നെ പദവിയിലെത്തുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇതാണ് CPIയെ ചൊടിപ്പിച്ചത്. എല്ലാം താനാണെന്ന ഭാവമാണ് പിണറായിക്കെന്നടക്കമുള്ള വിമർശനങ്ങളുമായി CPI അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരി ജനയുഗത്തിൽ ലേഖനം എഴുതിയിരുന്നു. ഇതിനു പിന്നാലെയാണ് തമ്മിലടിച്ചിരുന്ന നേതാക്കന്മാർ മറനീക്കി പുറത്തു വന്ന് പോര് രൂക്ഷമാക്കിയത്. ഇവിടെ കോൺഗ്രസിന്റെ നിലപാടാണ് ശ്രദ്ധേയം. CPIയെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് കോൺഗ്രസിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ PM ശ്രീ വിഷയത്തിൽ CPI നിലപാട് പരസ്യമാക്കി CPMനെതിരെ തിരിഞ്ഞപ്പോൾ തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാരും CPIയെ മുന്നണിയിലേക്ക് ക്ഷണിച്ചതാണ്. അന്ന് കോൺഗ്രസിന്റെ ചില ദൂതന്മാർ CPIയുമായി സംസാരിച്ചു എന്ന രീതിയിൽ സ്ഥിരീകരിക്കാത്ത വാർത്തകളും വന്നിരുന്നു. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തെയും ഭൂരിപക്ഷാധിപത്യത്തെയും പ്രതിരോധിക്കാൻ കോൺഗ്രസുമായുള്ള സഹകരണം അനിവാര്യമാണെന്ന് CPIയുടെ പൊതുവെയുള്ള നിലപാട്. ദേശീയ തലത്തിൽ BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര കക്ഷികളുമായി യോജിച്ച് പ്രവർത്തിക്കുമെങ്കിലും കോൺഗ്രസുമായി ഒരു സ്ഥിരം രാഷ്ട്രീയ സഖ്യത്തിന് പാർട്ടി കോൺഗ്രസുകൾ സാധാരണയായി അനുമതി നൽകാറില്ല. നിലവിലുള്ള സഹകരണവും ഐക്യവും തുടർന്നാൽ മതി എന്നാണ് CPIയുടെ ഔദ്യോഗിക നയം. കേരള രാഷ്ട്രീയത്തിലെ വൈരുദ്ധ്യങ്ങൾ ദേശീയ തലത്തിൽ കോൺഗ്രസുമായുള്ള സഹകരണത്തെയും ഇന്ത്യ മുന്നണി പോലുള്ള കൂട്ടായ്മകളെയും CPI അനുകൂലിക്കുമ്പോൾ കേരളത്തിൽ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. കേരളത്തിൽ പരമ്പരാഗതമായി കോൺഗ്രസ് നയിക്കുന്ന UDFന്റെ പ്രധാന എതിരാളികളാണ് CPI ഉൾപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതിനാൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസുമായുള്ള ഏതെങ്കിലും തരത്തിലുള്ള അനുരഞ്ജനത്തിനോ സഖ്യത്തിനോ CPI തയ്യാറായേക്കില്ല. എന്നാൽ ഇവിടെ സാഹചര്യങ്ങൾ മാറി മറിയുന്ന സാഹചര്യത്തിൽ CPI നിലപാട് മയപ്പെടുത്തിയേക്കാമെന്നും പറയാം.